ഹായ് ഫ്രണ്ട്സ്, ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം തന്നെ jQueryയിലെ ദിസ് എന്ന് പറയുന്ന കീവേഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം jQueryയിലെ സെലക്ടേഴ്സ് എന്താണെന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്ന കോഡ്, അതായത് HTML കോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിവിടെ രണ്ട് പി ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിനൊരു ID കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണത്തിനൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു ഡിവിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫ് ടാഗും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ രണ്ട് ബട്ടൺ, ഒരേ പേരിൽ രണ്ട് ബട്ടൺസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളിവിടെ ഒരു ബട്ടണിൻ്റെ ക്ലിക്ക് ഇവൻ്റ് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് ദിസ് എന്ന് പറയുന്ന കീവേഡ് jQueryയിൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ആദ്യം നമ്മൾ ഒരു കോഡ് ഇവിടെ എഴുതുന്നതായിരിക്കും. അപ്പോൾ ആ കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ദിസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന കോഡ് $this.hide എന്നാണ്. പിന്നെ ഇതൊന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഈ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ ഹൈഡായി പോകുന്നു. അപ്പോൾ ദിസ് എന്ന് പറയുന്ന ഒരു കീവേഡ് അല്ലെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ഇതാണ്: നമ്മൾ ഏത് എലമെൻ്റാണോ ഈ ഒരു ക്ലിക്ക് ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ട്രിഗർ ചെയ്തിരിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ സെലക്ട് ചെയ്യാനായിട്ടാണ് ദിസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇപ്പോൾ നമ്മൾ ദിസ് യൂസ് ചെയ്തുകൊണ്ടാണ് അത് ഓരോന്നായിട്ട് ഹൈഡായിരിക്കുന്നത്. ഇപ്പോൾ പകരം നമ്മളിപ്പോൾ ദിസ്സിന് പകരം ഇവിടെ ഒരു ബട്ടൺ എന്ന് തന്നെയാണ് കൊടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഇത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ബട്ടൺസും ഹൈഡായിട്ട് പോകുന്നതാണ്. അപ്പോൾ അതാണ് ദിസ് എന്ന് പറയുന്ന കീവേഡിൻ്റെ ഒരു വ്യത്യാസം. അതായത് ആ ഒരു ഇവൻ്റ് ട്രിഗർ ആയിരിക്കുന്ന ഏത് എലമെൻ്റാണോ ആ പർട്ടിക്കുലർ എലമെൻറ്റിനെ മാത്രം സെലക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ദിസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിളിൽ ക്ലിക്കായിരിക്കുന്ന ബട്ടൺ അറ്റ് എ ടൈം നമുക്ക് ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ബട്ടൺ മാത്രം ദിസ് യൂസ് ചെയ്യുമ്പോൾ ഹൈഡ് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് വെച്ചാൽ സെലക്ടേഴ്സാണ്. അപ്പോൾ ആക്ച്വലി jQueryയിൽ സെലക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് HTML എലമെൻസിനെ, അതായത് ഈ ഒരു ടാഗുകൾ H2 അല്ലെങ്കിൽ പാരഗ്രാഫ്, ഡിവ്, അങ്ങനെ എലമെൻസിനെ നമുക്ക് jQueryയിൽ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യണം. അപ്പോൾ അതിന് ഏതൊക്കെ രീതിയിൽ ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ്. ആക്ച്വലി ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. അതായത് ഒരുപാട് രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ആദ്യം നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ സ്റ്റാർ സെലക്ടർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡബിൾ കോട്ട്സിൽ സ്റ്റാർ സിമ്പിളാണ് കൊടുക്കുന്നത് സ്റ്റാർ സെലക്ടറിന്. അപ്പോൾ സ്റ്റാർ സെലക്ടറിൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഓൾ എലമെൻറ്റ്സ് എന്നാണ്. അതായത് ഒരു ഡോക്യുമെൻറ്റിൽ, HTML ഡോക്യുമെൻറ്റിൽ എല്ലാ എലമെൻറ്റും സെലക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏതെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HTML കണ്ടൻറ്റ് മൊത്തത്തിൽ എംപ്റ്റി ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാർ സെലക്ടർ എന്ന് പറയുന്നത്. നമ്മൾ പേജ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരുന്നതായിരിക്കും. പക്ഷേ ഓൺ ക്ലിക്കിൽ HTML മൊത്തത്തിൽ ഹൈഡായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ സ്റ്റാർ എലമെൻറ്റ് കൂടാതെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നോക്കുന്നത് നമുക്കൊരു ടാഗിനെ, അഥവാ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ ഒരു പി ടാഗിനെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ടാഗിൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ p.hide ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇപ്പോൾ എല്ലാ പാരഗ്രാഫുകളും ഹൈഡായി പോയിരിക്കുന്നു. നമ്മുടെ ഈ ഒരു ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ 3 പാരഗ്രാഫ് ടാഗാണുള്ളത്. അപ്പോൾ ആ 3 പാരഗ്രാഫ് ടാഗുകളും നമുക്ക് ഓൺ ക്ലിക്കിൽ ഹൈഡായിട്ട് പോയിട്ടുണ്ട്.
പിന്നെ ഇതിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഐ ഡി വെച്ചിട്ടാണ് ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഒരു ഹാഷ് സിമ്പിളാണ്. ഹാഷ് സിമ്പിൾ കഴിഞ്ഞ് ഐ ഡിയുടെ പേര് നമുക്കിങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് CSSൽ കൊടുക്കുന്ന അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ ഐ ഡി വരുന്ന എലമെൻറ്റിൽ മാത്രമേ ഈ ഒരു ഓപ്പറേഷൻ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ഐ ഡിയുള്ള പാരഗ്രാഫ്, അതായത് ഈ ഒരു ആദ്യത്തെ പാരഗ്രാഫ് മാത്രമാണ് നമുക്ക് ആഡ് ആയിട്ടുള്ളൂ. പിന്നെ ഈ രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നമ്മളിവിടെ ഐ ഡി ഒന്നും കൊടുത്തിട്ടില്ല, പകരം ഒരു ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് വെച്ചിട്ട് ഒരു എലമെൻറ്റിനെ ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഡോട്ട് ഓപ്പറേറ്റർ, അതായത് ക്ലാസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഡോട്ട് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ പേര് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് പാരഗ്രാഫാണ് നമ്മുടെ ക്ലാസ് വന്നിരിക്കുന്നത്, സെക്കൻഡ് പാരഗ്രാഫിലാണ്. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് മാത്രമേ ഹൈഡ് ആയിട്ടുള്ളൂ. പിന്നെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാനിവിടെ ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന സെയിം ക്ലാസ് മറ്റൊരു എലമെൻറ്റിനും കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ആ രണ്ട് എലമെൻറ്റും ഹൈഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഈ ഒരു രണ്ട് എലമെൻറ്റും ഓൺ ക്ലിക്കിൽ ഹൈഡായി. പക്ഷേ നമുക്ക് ക്ലാസ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു എലമെൻറ്റ് മാത്രം ഹൈഡായി മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എലമെൻറ്റിൻ്റെ ടാഗും കൂടി ചൂസ് ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ട് പറയാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ p.test എന്ന് കൊടുത്താൽ ഒരു പാരഗ്രാഫ് ടാഗിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് വരുന്ന എലമെൻറ്റ് മാത്രം സെലക്ട് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇത് ഒന്ന് റീലോഡ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ p ടാഗിൽ വരുന്ന ക്ലാസ് ഉള്ള ആ ഒരു എലമെൻറ്റ് മാത്രമേ ഹൈഡ് ആയിട്ടുള്ളൂ. ഈ div ടാഗ് പാര ഇൻസൈഡ് div എന്ന് പറയുന്ന ഇത് സ്റ്റിൽ വിസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ആണ് നമുക്ക് പല രീതിയിൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ അകത്തുള്ള എലമെൻറ്റ് ആ ഒരു രീതിക്കൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഡിവിൻ്റെ അകത്തുള്ള p എന്ന് കൊടുക്കണമെങ്കിൽ ഒരു div സ്പേസ് p എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ലെവൽ വേണമെങ്കിലും അകത്തുള്ള എലമെൻറ്റ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാം, ഈ പാര ഇൻസൈഡ് div എന്ന് പറയുന്നത് മാത്രം നമുക്ക് ഹൈഡായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഇവിടെ ഹൈഡ് മാത്രമല്ല ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഹൈഡ് പോലെ തന്നെ മറ്റൊരു ഫങ്ഷനാണ് ടോഗിൾ എന്ന് പറയുന്നത്. ടോഗിൾ ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഹൈഡായിരിക്കുന്ന എലമെൻ്റ് ആണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എലമെൻ്റ് ആണെങ്കിൽ ആ എലമെൻറ്റിനെ ഹൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ടോഗ്ലിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഹൈഡായിട്ടുണ്ട്. പക്ഷേ ഞാനിത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഡിസ്പ്ലേ ആവുന്നതാണ്. അപ്പോൾ ഹൈഡ് ആൻഡ് ഷോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു ഫങ്ഷണാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടോഗ്ലിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ സെലക്ടേഴ്സ് ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് രീതിയിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ വാല്യൂ വെച്ചിട്ട് സെലക്ട് ചെയ്യാം. ഒരു ടെക്സ്റ്റ് എം ടി ആണോ എന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് സെലക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ പല രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൻ്റെ ഫുൾ റെഫറൻസ്, സെലക്ടേഴ്സിൻ്റെ റെഫറൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. ഇപ്പോൾ CSS നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഒരു സിൻടാക്സ് വളരെ സെലക്ടർ സിൻടാക്സ് CSSുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബട്ടൺ സെലക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു സെലക്ടറുണ്ട്, ബട്ടൺ ടാഗ് ഈ ഒരു സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് എലമെൻറ്റ്സ് HTML വരുന്ന ഫോമിൽ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൽ വരുന്ന ടെക്സ്റ്റിൻ്റെ ഒരു വാല്യൂ വെച്ചിട്ടൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു ഇൻപുട്ട് ഡിസേബിൾ ആണോ, അങ്ങനെ പല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒരുപാടുണ്ട്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിൽ അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത്
റെഫർ ചെയ്തിട്ട് അങ്ങനത്തെ ആ ഒരു പർട്ടിക്കുലർ സെലക്ടർ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.